ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരാളുടെ ധനമോ ഭൂസ്വത്തുക്കളോ പൂർണ്ണമായും അവർ അശ്രദ്ധയായി മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് കൈമാറിയാൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയെ കാണിക്കുന്ന ഒരു രേഖാലക്ഷണമാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ശാഖാരേഖ കീഴോട്ട് നീങ്ങിയിറങ്ങി ബുദ്ധിരേഖയെയും ആയുർരേഖയെയും മുറിച്ചതിനു ശേഷം രണ്ടാം ജവാമണ്ഡലം വരെയും എത്തിക്കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ പണയപ്പെടുത്തുകയോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനമോ വിലയേറിയ വസ്തുക്കളോ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്താൻ കാരണമാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ സ്വത്തുക്കളോ ധനമോ തിരിച്ചു ലഭിക്കില്ലെന്നുള്ളതാണ് ഈ രേഖയുടെ പ്രധാന ഫലമായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ രേഖാലക്ഷണം കയ്യിലുള്ളവർ ഭൂമി സംബന്ധമായ ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. കാരണം ഭൂമി തിരിച്ചു വിൽക്കുന്നതിന് കാലദൈർഘ്യം വരികയോ വലിയ വിലയില്ലാതെ വിറ്റുകളയേണ്ടി വരികയോ ചെയ്യും. മാത്രമല്ല, പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ കിടക്കുന്ന നിങ്ങളുടെ ഭൂസ്വത്തുക്കൾ കഴിയുന്നത്ര വേഗത്തിൽ സ്വന്തം പേരിലേക്ക് ആക്കുകയോ പാരമ്പര്യ സ്വത്തുക്കളോ സ്വന്തം സമ്പാദിച്ച സ്വത്തുക്കളോ വരും തലമുറയുടെ പേരിലേക്ക് മുൻകൂട്ടി എഴുതി വെക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർക്ക് ഭാവിയിൽ ഒറ്റപ്പെടലുകളും ദുഃഖങ്ങളും ഒഴിവാക്കാൻ സഹായകരമാണ്. ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.